ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ പുരുഷനാണെങ്കിൽ അവന്റെ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം കംപ്ലീറ്റ് തൊലിയുടെ നിറം പോലും നേലിക്കാത്ത രീതിയിൽ മറക്കണം. സ്ത്രീകളാണെങ്കിലോ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനും മറക്കണം. ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായവുമില്ല, അഭിപ്രായ വ്യത്യാസവുമില്ല. ഖുർആൻ പറയുന്നതും ഹദീസ് പറയുന്നതും നമ്മുടെ സോഴ്സ് ഓഫ് ലെജിസ്ലേഷൻ ഇൻ ഇസ്ലാം, നമ്മുടെ സോഴ്സ് ഓഫ് ലോ 4 എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ആ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഒക്കെ യുനാനിമസ്ലി അംഗീകരിച്ചൊരു കാര്യമാണ്. ഈ പറഞ്ഞ സ്ഥലം ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുന്നത്, ഹൈഡ് ചെയ്യുന്നത്, കൺസീൽ ചെയ്യുന്നത് എന്നൊക്കെ അതിന്റെ അർത്ഥമുള്ളൂ. ആ ഏരിയ മറക്കണം. ഇനി പ്ലസ് മുഖവും അതുപോലെ മുൻകൈയും കൂടി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മറക്കണോ, അത് മറ്റൊരു വിഷയമാണ്. നമ്മളിപ്പോ കൊറോണ വന്നപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം മുഖവും മുൻകൈയും വരെ മറച്ചുകൊണ്ടുവന്നു. അതൊരു പ്രത്യേക സാഹചര്യമാണ്. അതേപോലെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ ഇടയിലാകുമ്പോൾ അവര് മുഖവും മുൻകൈയും കൂടി മറക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ല, അത് ആ പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളത് മറച്ചാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായാലും ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവൻ മറക്കലാണ് ഇസ്ലാമിക ഹിജാബ് എന്നും അത് പറഞ്ഞു കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പ്രശ്നമാക്കണ്ട, നിങ്ങളെ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒക്കെ പറഞ്ഞു വെച്ച് കൃത്യമാണ്. അത് നമ്മളും പറഞ്ഞല്ലോ, ഏത് വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഒരു പെണ്ണ് മറക്കാതെ വരികയാണെങ്കിൽ ആണുങ്ങൾ സൂക്ഷിച്ചോളണം. ഈ നേർക്ക് നേരെ വന്ന്